ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 18-ാം ദിവസം. ഇന്നത്തേക്ക് സഭയെ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ഈ നോമ്പ് ധ്യാനത്തിൻ്റെ ചിന്താവിഷയം കൃപയിൽ മുതിരുവാനുള്ള കാത്തിരിപ്പ്. ഈ ധ്യാന വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പശ്ചാത്തലം യേശു കർത്താവിൻ്റെ അമ്മയപ്പന്മാരായ ജോസഫും മറിയയും ആണ്ടുതോറും പെസഹ പെരുന്നാളിലും യെരുശലേമിലേക്ക് പോക പതിവുണ്ടായിരുന്നു. അന്ന് കർത്താവിൻ്റെ വയസ്സ് 12. ആ വർഷവും അവർ പതിവ് പോലെ പെരുന്നാളിലേക്ക് പോയി. എന്നാൽ തൻ്റെ മകനെ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കാണാതാവുകയും അമ്മയപ്പന്മാർ ഈ സംഭവിച്ചത് അറിയാതെ തിരിച്ചു മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ മകനെ അന്വേഷിച്ച് വരുന്ന ജോസഫിനെയും മറിയയെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ അവർ യെരുശലേമിലേക്ക് തിരിച്ചു വന്ന സമയം ബാലനായി യേശു യെരുശലേമിൻ്റെ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരോട് സംസാരിക്കുന്നതാണ് കണ്ടത്. പക്ഷേ ജോസഫും മറിയയും ബാലനായി യേശുവിൻ്റെ ഭാവിയിലെ ജീവിതം എന്നൊന്നും ഓർക്കാതെ അവരുടെ വിഷമം തൻ്റെ മകനോട് പറയുകയും എന്നാൽ തിരിച്ചു കൊടുക്കുന്ന ബാലനായി യേശുവിൻ്റെ മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇതാണ് ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം. ഇതിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വളർച്ചയിൽ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാനും അവൻ്റെ വചനം അനുസരിക്കുവാനും അവനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കേണ്ടതാണെന്നും ബാലനായ യേശു മനസ്സിലാക്കി. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവിക അനുസരണം, ദൈവസ്നേഹം നമ്മുടെ വളർച്ചയിലും പാലിക്കപ്പെടേണ്ടതാണെന്നും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നാം കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ചുട്ടയിലെ ശീലം ചുടല വരെ. അതിൻ്റെ അർത്ഥം നാം ചെറുപ്പത്തിൽ അഭ്യസിക്കുന്നത് എന്താണെങ്കിലും അത് നമ്മുടെ മരണം വരെയും കാത്തു സൂക്ഷിക്കും. ദൈവിക കൃപ കൊണ്ട് നാം നേടിയ എല്ലാ അനുഭവങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മുടെ വളർച്ചയിൽ നേടിയെടുക്കേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം തന്ന എല്ലാ നന്മകൾ ഹൃദയത്തിൽ സ്വീകരിച്ച് രൂപാന്തരത്തിലും രൂപീകരണത്തിലും ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജ്ഞാനത്തോടെയും വിവേകത്തോടെയും ദൈവസന്നിധിയിൽ വളരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.